ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അവിയലാണ്. എല്ലാവർക്കും അറിയാവുന്ന ഡിഷാണ് അവിയൽ. എന്നാലും എന്നുടേതായ രീതിയിൽ ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. നമുക്ക് അവിയലിന് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു 10-15 ചുവന്നുള്ളി ചതച്ചത്, പച്ചമുളക് ഒരു 4-5 പച്ചമുളക്, കായ്കറികൾ ക്യാരറ്റ്, വെണ്ടയ്ക്ക, കവവയ്ക്ക, മുരിങ്ങയ്ക്ക, ഇതെല്ലാം കായ്കറികൾ, വെള്ളരിക്ക എല്ലാം, തേങ്ങ അരമുടി തേങ്ങ, വെളിച്ചെണ്ണ, കറിവേപ്പില ചട്ടിയിലിട്ടിട്ട് വെളിച്ചെണ്ണ ഒരു 2 സ്പൂൺ ഒഴിക്കുക. നല്ല കഴുകി വാരി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇടാമേ. ചേന, എന്ത് വേണമെങ്കിലും ഇടാം അവിയലിന്. വെജിറ്റബിളെല്ലാം നന്നായിട്ട് ഇട്ടിട്ട് ചുവന്നുള്ളി ചതച്ചതിടാം, പച്ചമുളകും ചതച്ചിടാം. ഓരോരുത്തർ ഓരോ രീതിയിലാണ് ഇത് ചെയ്യുന്നത്. എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നത്. പച്ചമുളക് ചതച്ചിടാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, വെള്ളം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് അടച്ച് ഗ്യാസിൽ വെക്കാം. തേങ്ങയും 1 സ്പൂൺ ജീരകവും ചേർത്ത് നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം. നന്നായിട്ട് പേസ്റ്റ് പോലെ അരയണ്ട, ചതച്ചാൽ മതിയേ. കായെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൽ നമുക്കിപ്പം ഉപ്പ് 1 സ്പൂൺ ചേർക്കണം. ഉപ്പ് ചേർത്തിട്ട് നമുക്കിത് തേങ്ങ ചതച്ചതിടാം. തേങ്ങ ചതച്ചിട്ട് ഒരു 2 മിനിറ്റ് ഇത് ഇളക്കി അടച്ച് വെക്കാം. 2 മിനിറ്റിന് ശേഷം ഒരു ചെറിയ തവിക്ക് 1 തവി, ഇല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ തൈരിടാം. തൈരിട്ട് 1 മിനിറ്റ് ഇളക്കി അടച്ച് വെച്ചിട്ട് തുറന്ന് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. 1 മിനിറ്റ് വെച്ചാൽ മതി. തൈരിട്ട ശേഷം ഒത്തിരി തിളയ്ക്കരുത്, നന്നായിട്ട് ചൂടായാൽ മതി. ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒരു 2 സ്പൂൺ ഒഴിക്കാം, 2 ടേബിൾ സ്പൂണേ. ഇനി കറിവേപ്പിലയും ഇട്ട് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ സൂപ്പറും ടേസ്റ്റിയുമായ അവിയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.